എല്ലാവർക്കും പ്രീകാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അമ്മ കൂടെ ഉണ്ട്. അമ്മ ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. കുമ്പളത്തിൻ്റെ പായസം വെക്കുക. നല്ല കുമ്പളം കിട്ടും ഞങ്ങൾക്ക്. അതൊന്ന് ആദ്യം അരിഞ്ഞ് വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മമ്പയർ ഇട്ടിട്ടാണ് ഞങ്ങളിത് വെക്കാൻ പോകുന്നത്. മമ്പയർ ആദ്യമേ ഞങ്ങൾ കുക്കറിൽ അടുപ്പത്ത് വെച്ച് പോയി. ഇനി ഇതും കൂടി ഇട്ടൊന്ന് വേവിക്കേണ്ടതുണ്ട്. വെള്ളം ഇവിടെ ഉരുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഉരുക്കിയിട്ട് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിക്ക് മണ്ണുണ്ടാവും. അപ്പോൾ അതൊന്ന് പോക്കാൻ വേണ്ടിയിട്ട് അത് ഉരുക്കണം. അപ്പൊ ഇതിന് വേണ്ട തേങ്ങ മൂത്തമ്മ ചിരകി കൊണ്ടിരിക്കാണ്. നമ്മൾ 2 തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 തേങ്ങ ചിരകി. ഇനി ഇതിന്റെ 3 പാലെടുക്കാനുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. ഇതെന്താണ്? ഇതെന്താ കുഞ്ഞ? ഇത്രയും ചെറുതാക്കണം ഓർക്ക്. ചെറുതാക്കിയിട്ട് വെക്കുക. ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് മമ്പയറിൻ്റെ കൂടെ ഒന്നും കൂടി വിസിലിട്ടൊന്ന് വേവിച്ചു. അപ്പൊ നമ്മള് മത്തന്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 750 ഗ്രാം എടുത്തിന്. 750 ഗ്രാം എടുത്തിന് കേട്ടോ. എന്താ പരിപാടി? എന്തിന്റെ പൊടിയാ? ഇതാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളം. കണ്ടോ? പൗഡർ എടുത്തിട്ട് മൊത്തം എടുത്തിട്ട് കൊട്ടുകയാണ്. അപ്പോൾ നമ്മൾ വൻപയറാണിത്. ഇത് എത്ര മണിക്കൂർ കുതിർക്കണം? ജസ്റ്റ് ഒന്നൊരു 5-10 മിനിറ്റ് ഇതിപ്പം കുതിർന്നിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ വിസിലിട്ട് വേവിച്ച്. എത്ര വിസിൽ വന്നമ്മോ? 5 വിസിൽ. 5 വിസിലിട്ടിട്ട് നമ്മൾ വൻപയർ വേവിച്ചാണ്. അതിലേക്ക് മത്തൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 വിസിലും കൂടി വരുത്തണം കേട്ടോ. എല്ലാം കൂടി ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടത് നമ്മുടെ വീട്ടിന്റെ അയൽവാസിയാണ്, കമ്മലെടുത്തി. ഇപ്പൊ തേങ്ങയുടെ 1-ാം പാൽ എടുക്കണം കേട്ടോ. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3-ാം പാലോ 2-ാം പാലോ? ഇപ്പോൾ 1 പാല്, 2-ാമത്തെ പാല്, 3-ാമത്തെ പാല്. 3 പാലും എടുത്തിട്ടുണ്ട്. അമ്മ ഇടുന്ന അമ്മ ഈ റെസിപ്പി പഠിച്ചത് ഇതുവരെ വെച്ചിട്ടില്ലല്ലോ. നമ്മളൊന്ന് പഠിച്ചു നോക്കുക. എല്ലാവരും പറയുന്നുണ്ട് കുമ്പളത്തിൻ്റെ പായസം നല്ലതുണ്ടാവും. ഇപ്പം ആദ്യമായിട്ടൊന്ന് വെച്ച് നോക്കുക. കുമ്പളത്തിൻ്റെ പായസം ഇതുവരെ കറിയേ വെച്ചിട്ടുള്ളൂ ഇവിടെ വാങ്ങിയാൽ. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കുമ്പളത്തിൻ്റെ പായസം വെച്ച് നോക്കുകയാണ്. അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കുമ്പളം വെന്തിട്ടുണ്ട്. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. 500 വെല്ലാണ്. 500 വെല്ല് കറക്റ്റ് 750. പിന്നെ കുമ്പളം ഇതിപ്പം 3-ാമത്തെ പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3-ാമത്തെ പാലാണ്. അതൊന്ന് ഒഴിച്ചിട്ട് ലേശം ഒന്ന് വറ്റി വരുമ്പോൾ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കും. അത്ര മതി. നേരത്തെ പറഞ്ഞ പോലെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മൾ മുമ്പേ എടുത്തു വെച്ച് ഒന്നാം പാലില്ലേ അത് ഒഴിക്കുകയാണ്. നല്ല അടിപൊളി പായസമായി. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വാട്ടിയിട്ട് ഇടാൻ പോവുകയാണ്. ഇത് ഇടാൻ പോവുക. അണ്ടിപ്പപ്പ വേണോ? സായോ പായസം എങ്ങനെയുണ്ട്? പായസം പോലെ സൂപ്പർ പായസം. സൂപ്പർ പായസം. അടിപൊളി. എല്ലാരും ഇങ്ങനെ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് മണാണ്. സഹിക്കാൻ പറ്റില്ല. നല്ല മണം. നല്ല പ്രഥമൻ പായസം വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കുടിക്കാം. നല്ല കൊഴുപ്പില് നല്ല ശരിക്ക് പ്രഥമന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. എല്ലാരും വെച്ച് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.